യു കെയിലെത്തി പറ്റിക്കപ്പെട്ട കബളിപ്പിക്കപ്പെട്ട ധാരാളം ആൾക്കാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ 10 മുതൽ 25 ലക്ഷം രൂപ വരെ മുടക്കിയിട്ട് കെയർ വിസയിലെത്തി 2-3 മാസം മാത്രം ജോലി ചെയ്തതിന് ശേഷം അവരുടെ വിസ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയ ആൾക്കാരെ നമുക്കറിയാം. യു കെയിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം, നമ്മളുടെ മലയാളികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിയിരിക്കുന്നത് ഡിപ്പെൻഡൻറ്റ് വിസയിലാണ്. അതായത് ഇപ്പോഴൊരു നേഴ്സായിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ടോ അല്ലെങ്കിൽ കെയറായിട്ടോ ഒക്കെ വന്നിരുന്ന ആ ഒരു സമയത്ത് അവർക്ക് ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരായിരുന്നു. അങ്ങനെ ധാരാളം നമ്മുടെ മലയാളികൾ യു കെയിൽ എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻറ്റ് വിസയിൽ എത്തിയിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് വിസയിലെത്തിയ ആളിൻ്റെ ഡിപ്പെൻഡൻസ്. അങ്ങനെ എത്തപ്പെട്ട ഒരു ഡിപ്പെൻഡൻറ്റിൻ്റെ ഒരു കഥയാണിത്. കഥയല്ല, ഇതൊരു റിയലായിട്ട് നടന്ന ഒരു സംഭവം എന്നോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. കേട്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെയൊക്കെയുള്ള കഥകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ബികോം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് MBA ചെയ്യാനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി. അപ്പോൾ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പഠനശേഷം അദ്ദേഹം ഗൾഫിലേക്ക് പോയി ജോലിയൊക്കെ ആയി. ഈ പെൺകുട്ടി ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ വലിയ പൈസയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പെൺകുട്ടി കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നായിരുന്നു. പക്ഷേങ്കിൽ വിവാഹാലോചന വന്നു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അതിനെ എതിർത്തു. പക്ഷേ പെൺകുട്ടിയുടെ ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ഈ വിവാഹം അവസാനം നടന്നു. അങ്ങനെ പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ യു കെയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ പെൺകുട്ടി യു കെയിലേക്ക് എത്തി. ഇദ്ദേഹം ആ ഒരു സമയത്ത് ഗൾഫിലായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് യു കെയിൽ എത്തിച്ചേർന്നു ഡിപ്പെൻഡൻറ്റ് വിസയിൽ. പക്ഷേ ഡിപ്പെൻഡൻറ്റ് വിസയിൽ യു കെയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ, ഡിപ്പെൻഡൻ്റായിട്ട് യു കെയിൽ വരുന്ന ഒരാൾ എത്ര ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് നല്ലൊരു ജോലി ലഭിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇദ്ദേഹം ഇവിടെ വന്ന് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷം ഒരു കമ്പനിയിൽ ഒരു വെയർ ഹൗസിൽ ജോലി കിട്ടി. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കട്ടപ്പണിയായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. വൈഫിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെയർ ഹോമിൽ, ഒരു നേഴ്സിംഗ് ഹോമിൽ നേഴ്സായിട്ടാണ് ജോലി ലഭിച്ചത്. അങ്ങനെ ഒരു 5-6 മാസം ആ കമ്പനിയിലൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഈ ഒരു നേഴ്സിംഗ് ഹോമിൽ, ഈ അദ്ദേഹത്തിൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന നേഴ്സിംഗ് ഹോമിൽ അദ്ദേഹത്തിന് ക്ലീനറായിട്ട് ഒരു ജോലി ലഭിച്ചു. അവിടേക്ക് മാറി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആ സമയത്ത് ഇവർ തമ്മിൽ കുറച്ച് അസ്വാരസ്യങ്ങളുണ്ടായി. അതിനുശേഷം ഒരു കുട്ടി ജനിച്ചു. അപ്പോൾ ഈ കുട്ടിയെ നോക്കാനും ജോലി ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ വിവാഹം കഴിച്ചു. അപ്പോൾ അതിൻ്റെ കുറേ കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന പൈസയിൽ നല്ല ഒരു ഭാഗം നാട്ടിലേക്ക് അയക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, യു കെയിലെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് നല്ല രീതിയിൽ ജോലി ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ നല്ലൊരു ഭാഗം നാട്ടിലെ ലോൺ അടയ്ക്കാനും അതിനുവേണ്ടി അയച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ അതും ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായി, ഒരു ഡിവോഴ്സിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം വീണ്ടും ഗൾഫിലേക്ക് പോകാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം നീക്കി. ഫാമിലിയുമായിട്ട് ഒരു കാരണവശാലും ഒത്തൊരുമിച്ച് പോകാനായിട്ട് സാധിക്കുന്നില്ല. നാട്ടിലേക്ക് ഇതുപോലുള്ള കടങ്ങൾ വീട്ടാനായിട്ട് പൈസ അയക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണ്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ആണ് നാട്ടിൽ പോയത്. നാട്ടിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇങ്ങനെ ഒരു കടുങ്കൈ കൂടെ കാണിച്ചത്. കാരണം ആ ഒരു ഡിപ്പെൻഡൻറ്റ് വിസ ക്യാൻസൽ ആക്കാനുള്ള കാര്യങ്ങൾ എല്ലാം അവർ മൂവ് ചെയ്തു. ഇതെങ്ങനെയോ അറിഞ്ഞ, കാരണം ഇദ്ദേഹം വളരെ സമർത്ഥനായിരുന്നു, അതിമിടുക്കനായിരുന്നു. അപ്പോൾ എങ്ങനെയോ ഇത് അറിഞ്ഞ ആൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹം യു കെയിലേക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ വൈഫ് നാട്ടിൽ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ ആദ്യം തന്നെ കയറിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കടങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ആവശ്യത്തിന് പൈസ അയക്കാത്തത് കൊണ്ട് തന്നെ വീട്ടുകാരുമായിട്ട് പിണങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ വീട്ടുകാരുമായിട്ട് വലിയ ബുദ്ധിമുട്ടിലായി. കാരണം സ്വന്തം വീട്ടിൽ ഇപ്പോൾ സപ്പോർട്ടില്ല. വൈഫിൻ്റെ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സപ്പോർട്ടില്ല. ഇപ്പോൾ വൈഫിൻ്റെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ടുമില്ല. അപ്പോൾ ആകെപ്പാടെ വലിയ ദുരിതത്തിലായി. ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്ന ഒരാളിനെ സംബന്ധിച്ചോളം ഒരു സാധാരണ ഫാമിലി അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ അവരുടെ പ്രഥമ പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട് കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്കൊരു സിസ്റ്ററുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ അവരുടെ പഠന കാര്യങ്ങൾ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ വിവാഹം ഇതൊക്കെ നമ്മളുടെ ഒരു ചുമതലയായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ വൈഫ് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മൾ ഇതേപോലൊക്കെ
നാട്ടിലേക്ക് നമ്മൾക്ക് കിട്ടുന്ന പൈസ അയച്ചു കൊടുക്കുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത ഒരാൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ പോലും ഈ കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഇതേപോലെയുള്ള ഒരു വിദേശ രാജ്യത്ത് വന്നിട്ട് ഒരു കുട്ടി ആയതിനു ശേഷം ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അത് മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു കാരണമാകും. 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഡെപ്യൂട്ടി മാനേജറായിട്ട് ജോലി ലഭിച്ചു. അപ്പോൾ അവരൊരു വലിയ ഒരു നിലയിലേക്ക് എത്തി. അവിടെ തന്നെ ആ ഒരു സമയത്ത് കെയറായിട്ട് ഈ പുള്ളിക്കാരൻ ജോലി കാണും. അപ്പോൾ അവർക്ക് അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരാൾ, കാരണം വെളിയിലോട്ട് അധിക കാര്യങ്ങൾ ഇതൊന്നും ആരും അറിയുന്നില്ല. കാരണം നമ്മളുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും അത് നമ്മളുടെ നെയ്ബറായിട്ടുള്ള ഒരാൾക്ക് പോലും അറിയത്തില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അല്ലെങ്കിൽ അടിയുണ്ടായി അല്ലെങ്കിൽ പോലീസുകാർ വന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സമയത്താണ് തൊട്ട് നെയ്ബേഴ്സ് പോലും ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സെയിം നേഴ്സിംഗ് ഹോമിൽ ഒരു ഡെപ്യൂട്ടി മാനേജറായിട്ട് വൈഫ് ജോലി ചെയ്യുന്നു. അവരുടെ അണ്ടറിൽ ഡിപ്പെൻഡൻ്റായിട്ട് വന്നിരിക്കുന്ന ഈ പാവം പിടിച്ച MBA കാരൻ്റെ ഒരു കെയറായിട്ട് ജോലി ചെയ്യുന്ന അവസ്ഥ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നാണക്കേട് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും, അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പുകഞ്ഞു പൊന്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് പുറത്താക്കി. അപ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇദ്ദേഹം വീണ്ടും ഒരു വെയർഹൗസിലേക്ക്, ഒരു കമ്പനിയിലേക്കാണ് പോകുന്നത്. ആ കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇദ്ദേഹം. അങ്ങനെ ഈ പുള്ളിക്കാരന് ഇപ്പോഴും നാട്ടിൽ പോയി നിൽക്കുകയാണ് കഴിഞ്ഞ 6 മാസമായിട്ട്. തൻ്റെ കുട്ടിയെ പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹമുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് നല്ലൊരു ജോലി ലഭിക്കും. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഇവർ പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പുള്ളിക്കാരി അവിടെ നേഴ്സുമായിരുന്നു. ഈ പുള്ളിക്കാരൻ നല്ലൊരു ഓഫീസിലൊരു ജോലിയുമായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഗൾഫിലേക്ക് ഒരു വിസ കിട്ടി. അദ്ദേഹം ഗൾഫിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ല ജോലിയായി. ആ ഒരു സെയിം ടൈമിൽ ഈ പുള്ളിക്കാരി ബാംഗ്ലൂരിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പുള്ളിക്കാരി IELTS ഒക്കെ പഠിച്ചുകൊണ്ട് UK വന്നതും കല്യാണം നടന്നതും എല്ലാം തന്നെ. പക്ഷേങ്കിൽ ഇദ്ദേഹത്തിന് ആ ഒരു സമയത്ത് ഗൾഫിൽ നല്ല ജോലി, ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ സാലറി ലഭിക്കുന്ന ഒരു ജോലിയിൽ നിന്നാണ് ആ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് UK ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന് ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കാമെന്നുള്ള ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്നു. നമുക്കറിയാമല്ലോ, ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ നല്ല നല്ല ജോലികൾ നാട്ടിലോ ഗൾഫിലോ ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്ന് കമ്പനികളിലോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമുകളിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഒക്കെ ഇതേപോലെയുള്ള കട്ടപ്പണി ചെയ്യുമ്പോഴാണ് നമ്മളതിൻ്റെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമുക്ക് യാതൊരു റെസ്പെക്റ്റ് കിട്ടത്തില്ല, നമുക്ക് ഈ പറയുന്ന സാർ ലഭിക്കത്തില്ല. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകട്ടിയായിട്ടുള്ള ജോലിയായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും നമുക്കതിനൊരു സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇതേപോലെയുള്ള ആൾക്കാരെ വളരെയധികം പിന്നോക്കം കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. UK മിക്കവാറുമുള്ള എല്ലാ ഫാമിലികളിലും നോക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരും UK വരുന്നത്. കാരണം മിക്കവാറുമുള്ള ഒരു 80% ആൾക്കാരും അവരുടെ ഭാര്യമാർക്കായിരിക്കും നേഴ്സായിട്ട് ജോലി ലഭിച്ച് അവരുടെ ഡിപ്പെൻഡൻ്റായിട്ട് UK വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡിപ്പെൻഡൻ്റ് വിസയിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ജോലികൾ ചെയ്ത് ഒന്നുകിൽ നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ നല്ല ഉയർന്ന ജോലി ചെയ്തുകൊണ്ട് ബാങ്ക് ജോലിക്കാർ വരെ ഇവിടെ ഡിപ്പെൻഡൻ്റ് വിസയിൽ വന്നിട്ടൊക്കെ നമുക്കറിയാം. ഇഷ്ടംപോലെ ഗൾഫുകാർ, അതേപോലെ തന്നെ മിലിറ്ററിയിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ, അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തിരിക്കുന്ന ആൾക്കാർ, ടീച്ചർമാരായിട്ട് ജോലി ചെയ്തിരിക്കുന്ന, ഈവൻ ഡോക്ടർമാർ പോലും ഇതേപോലൊക്കെ ഡിപ്പെൻഡൻ്റ് വിസയിൽ UK വന്നിട്ട് കെയർ ജോലികളും അതേപോലെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റുകളിലും കമ്പനികളിലും പോയി കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇത്രയും നല്ല ജോലി ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്ന് ഈ ഒരു കഷ്ടപ്പെടുന്നതെന്ന് അവർക്കൊരു ബോധമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏകദേശം ഈ UK വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഒരു 90% ആൾക്കാരും ഇതേപോലെയുള്ള സംഭവത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ അതിലൊരു 75-80% ആൾക്കാരും മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. കാരണം അവരുടെ ഹസ്ബൻഡിൻ്റെ കഴിവ് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കൂടെ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ എനിക്ക് PR ലഭിക്കുമായിരിക്കും. പക്ഷേങ്കിൽ ആ 1 വർഷം കൂടി എനിക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഞാനതുകൊണ്ട്
ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, ഭാഗ്യമുണ്ടെങ്കിൽ ഗൾഫിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് UK അദ്ദേഹം വിട്ടത്. അപ്പോൾ ഇതേപോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ UK എന്നല്ല എല്ലാ രാജ്യത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫാമിലി ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തെങ്കിൽ മാത്രമേ ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് UK പോലുള്ള രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേര് കഷ്ടപ്പെടണം, രണ്ടുപേര് ഒരുപോലക്ക് തന്നെ ജോലി ചെയ്യണം, രണ്ടുപേര് ഒരുപോലക്ക് നിന്നുകൊണ്ടാണ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനും സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ സമയം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈഗോ ആയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഇതേപോലെയുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ UK വന്ന് അവർക്ക് പറ്റുന്ന ഒരു ജോലി ലഭിക്കാതെ കൊണ്ടാണ് ഇതേപോലെയുള്ള ജോലിയിലേക്ക് അവർ തിരിയുന്നത്. പക്ഷേങ്കിൽ നേഴ്സായിട്ട് വരുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അവരിവിടെ വന്നതിന് ശേഷം 2-3 വർഷം കഴിയുമ്പോഴേക്കും അവർ ബാൻഡ് 6 അല്ലെങ്കിൽ ബാൻഡ് 7 ബാൻഡ് 8 ഇങ്ങനെ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെ ധാരാളമാണ്. പക്ഷേങ്കിൽ ഇതേപോലെയൊക്കെ MBAയോ അല്ലെങ്കിൽ MBBSോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ടീച്ചറോ ഇതേപോലെയുള്ള ബാങ്ക് അക്കൗണ്ടൻ്റോ ഒക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് കഴിയുമ്പോൾ അവർക്ക് ആ സെയിം പ്രൊഫഷൻ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ പണിയാകും. ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടതായിട്ട് വരും. രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UK ഒരു സ്വർഗം പണിയാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം രണ്ടുപേരും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി നല്ല രീതിയിൽ പോകും. നിങ്ങളുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ നേടി നല്ല ഒരു ഭാവി ജീവിതം ഇവിടെ കരുപിടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈഗോകളൊക്കെ എല്ലാവരും നിർത്തി നല്ലതായിട്ട് നിങ്ങൾ ജീവിക്കാനായിട്ട് പഠിക്കുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.